കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നടന്ന ആദ്യ മൻമോഹൻ സിംഗ് ഒബാമ കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലത്തേത്. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ-പാക് വിഷയം വിശദമായി ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങളുടെ പ്രഭവകേന്ദ്രം ഇപ്പോഴും പാകിസ്ഥാൻ തന്നെയാണെന്ന് ഇന്ത്യ ആരോപിച്ചു. അതേസമയം ജമ്മുവിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ ദുഃഖമുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും പറഞ്ഞു. ഭീകരവാദത്തെ നേരിടാൻ വിശാലമായ സംയുക്ത സുരക്ഷാ സഹകരണ പദ്ധതിയുണ്ട്. ഇന്ത്യയുമായി കൂടുതൽ സിവിൽ ആണവ ഇടപാടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒബാമ കൂട്ടിച്ചേർത്തു. UN അസംബ്ലിയിൽ പങ്കെടുക്കാനായി ന്യൂയോർക്കിലെത്തിയതായിരുന്നു ഇരു നേതാക്കളും. സിറിയയിലെ ആണവായുധങ്ങൾ നിർവീര്യമാക്കാൻ ഒബാമ മുൻകൈയെടുത്ത് നടത്തുന്ന ശ്രമങ്ങളെ മൻമോഹൻ സിംഗ് അഭിനന്ദിച്ചു. ജനങ്ങളുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്തുള്ള സമാധാനപരമായ പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞു. നാളെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി മൻമോഹൻ സിംഗ് കൂടിക്കാഴ്ച നടത്തും. മേഖലയിൽ ഭീകരാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ചർച്ചയിൽ വലിയ പ്രതീക്ഷ വേണ്ടെന്ന സൂചനയും മൻമോഹൻ സിംഗ് നൽകി. The difficulties that we face, given the fact that the epicenter of terror still remains focused in Pakistan. And I look forward to meeting with President Nawaz Sharif, even though the expectations have to be toned down, given the terror arm which is still active in our subcontinent. എന്നാൽ മൻമോഹനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഏറെ പ്രതീക്ഷയുള്ളതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.